പ്രവാസികളെ ടേക്ക് കെയർ ചെയ്യണം, അവരോടൊപ്പം നിൽക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഒരു വകുപ്പ് തന്നെ വേണം എന്ന നിർബന്ധ ബുദ്ധി കേരള സർക്കാർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വകുപ്പ് തന്നെ ഉള്ളത്. ആ വകുപ്പാണ് നമ്മുടെ പാരന്റ് ഓർഗനൈസേഷൻ. ഈ വകുപ്പിന്റെ സന്തതികളാണ് വേറെ കുറെ ഉള്ളത്. ഏതൊക്കെയാ? ഒന്ന് നോക്കാ റൂൾസ്. ഞാൻ നോക്കാ റൂൾസിന്റെ ആളാണ്. ഈ നോക്കാ റൂൾസിന്റെ സഹോദരി കെട്ടുകളാണ്. ആരാണ്? കേരള പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡ്. ഈ അടുത്തായി മറ്റൊരു സഹോദരി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ലോക കേരള സഭ. അതിന്റെ ഒരു മെമ്പറാണ്, ബഹുമാന്യ മെമ്പറാണ് ഇവിടെയുള്ളത്. അതുപോലെയാണ് പ്രവാസി കമ്മീഷൻ. എല്ലാ കളക്ടറേറ്റുകളിലും പ്രവാസി സെല്ലുകളും, കൂടാതെ നിയമസഭയിൽ ഒരു നിയമസഭാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്ക് തത്തുല്യമായ അധികാരങ്ങളുള്ളതാണ് നിയമസഭാ കമ്മിറ്റി. ഒരു പ്രവാസികൾക്ക് വേണ്ടി ഒരു കമ്മിറ്റി. അപ്പൊ ഇത്രയേറെ വിപുലമായ ഒരു മെക്കാനിസം, ഒരു സിസ്റ്റം തന്നെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കി. അപ്പോ അതിൽ ഞാൻ പറഞ്ഞു, ഈ നോർക്ക വകുപ്പിന് കീഴിലുള്ള ഒരു വകുപ്പാണ് നോർക്ക റൂൾസ് എന്നും അതിന്റെ ഡെവലപ്മെന്റ്, നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ, NRK ഡെവലപ്മെന്റ് ഓഫീസർ എന്നാണ് തസ്തികയാണ് അതിന്റെ പേര്. ആ തസ്തിക അതിന്റെ ഓഫീസർ നമ്മുടെ കേരള ഹൗസിലാണ് അതിന്റെ ഓഫീസർ. ആ പോസ്റ്റാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഞാൻ സെക്രട്ടേറിയറ്റിലെ ഒരു അണ്ടർ സെക്രട്ടറി ആണ്. ഇത് ഡെപ്യൂട്ടേഷൻ നിയമനമാണ്. അപ്പോ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്, പ്രവാസികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയേറെ വകുപ്പും അതിലേറെ ഖജനാവിൽ നിന്ന് ധാരാളം പൈസ ചെലവാക്കുന്നുണ്ട്. ഒരുപാട് സേവനങ്ങൾ പ്രവാസികൾക്കായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയാതെ പോകും. കാരണം എന്താണ്? ഇതിനകത്ത് പ്രവാസികളും അതുപോലെ നോർക്കയുടെ സ്ഥാപനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നോർക്ക റൂൾസ് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അതോടൊപ്പം നോർക്ക റൂൾസിനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പിന്തുണ ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രവാസി സംഘടനകളിൽ നിന്നും സമാജങ്ങളിൽ നിന്നും ധാരാളം കിട്ടുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്ന മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളീയ സമാജം ഇന്ന് നടത്തുന്ന നൽകുന്ന ഈ പിന്തുണയും ഇന്നത്തെ ഈ സിനിമ. ഈ കേരളീയ സമാജത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് 70 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നാണ്. അപ്പോ ഇന്ന് മഹത്തായ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഈ സ്കൂളിൽ താൻ പഠിച്ച സ്കൂളിൽ 28 കോടി മുടക്കി ഇത്തരത്തിലുള്ള ബിൽഡിംഗ് കെട്ടാൻ തയ്യാറായെങ്കിൽ അത് ഈ സ്ഥാപനം നൽകിയ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം കൂടിയാണ്. അത് അപ്പൊ ഇതിനു വേണ്ടി ഒരു വലിയ പഴയ തലമുറ, പോയ തലമുറ എടുക്കുന്ന എനർജി ഉണ്ടാവും, അവരുടെ വിഷൻ ഉണ്ടാവും, അതിന്റെ സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഇതിലും വലിയ വിഷൻ ഉണ്ടാക്കിയാൽ കൂടുതൽ വിപുലമായി വളർന്നു വന്നിരിക്കും. അതിനുള്ള ശ്രമം ഉണ്ടാകണം. ഇപ്പൊ തന്നെ വലുതാണ്, ഇതിലും വലുതാണ്. ഇത് മറ്റെല്ലാ സമാജങ്ങളും, ഇന്ത്യയിലൊട്ടാകെയുള്ള ഇതര സമാജങ്ങളും, ഇന്ത്യക്ക് വേറൊരു സമാജങ്ങളും മാതൃകയാക്കിയാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്കൊരു അഭിപ്രായം. ഈ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ നോർക്ക റൂൾസിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. അതിന്റെ സേവനങ്ങൾ എന്താണ്? നോർക്ക റൂൾസിന്റെ വെബ്സൈറ്റ് ഇവിടെ ഉള്ളവർക്ക് അറിയാമെങ്കിൽ ഒന്ന് പരിശോധിക്കാം. വെബ്സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് നോർക്ക റൂൾസ് പ്രവാസികൾക്കായി ഒരുക്കിയിട്ടുള്ളത് 18ഓളം സേവനങ്ങൾ. എത്രയുണ്ട്? 18ഓളം. അപ്പൊ അതിലുള്ള ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സപ്പോർട്ട് സ്കീം മാത്രമാണ്. സപ്പോർട്ട് സ്കീമുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കീംസും. ഡെവലപ്പ് ചെയ്യാനുള്ള സ്കീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, മീൻ കൊടുക്കുന്നതിനേക്കാൾ നല്ല എന്തിയാ ഒരാളെ സഹായിക്കണമെങ്കിൽ മീൻ പിടിക്കാൻ പറ്റും. അതുപോലെ നോർക്ക റൂൾസ് മീൻ പിടിക്കാനാണ് ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജർമ്മനിയില്, സൗദി അറേബ്യയില്, UK യില്, കാനഡയില്, അങ്ങനെ വിവിധ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യമുണ്ട്. കേരളം സപ്ലൈ ചെയ്യാൻ കഴിയാണ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റുകളിൽ, നിക്ഷേപങ്ങളിൽ ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ്. അത് സപ്ലൈ ചെയ്യാൻ കേരളം റെഡിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർക്ക റൂൾസ് സദാസന്നദ്ധമാണ്. ഇതിനെക്കുറിച്ച് മറ്റ് ഗവൺമെന്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ അറിയിക്കുന്ന വേക്കൻസീസ് എല്ലാം തന്നെ നോർക്ക റൂൾസിന്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ മക്കളുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസം, ചെറിയ വിദ്യാഭ്യാസമാകട്ടെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, എല്ലാവർക്കുമുള്ള അവസരങ്ങൾ മിക്കവാറും ഇവിടെ അതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം മക്കളോട് പറയുക, നോർക്ക റൂൾസിന്റെ സൈറ്റ് എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. അതിനകത്ത് നിരവധി വേക്കൻസികൾ വരും. ആ വേക്കൻസിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യുക. അതിനകത്ത് നോർക്ക റൂൾസിന്റെ
വ്യക്തിപരമായ ഒരു ഇന്റർഫിയറൻസും ഇല്ല. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ മകനുണ്ട് അതുകൊണ്ട് ശുപാർശ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യമില്ല. നോർക്ക റൂൾസ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കാൻ മാത്രം. ഇന്റർവ്യൂവിന്റെ മാർക്കിലോ മറ്റൊരു കാര്യത്തിലോ നോർക്ക റൂൾസ് സാധാരണ ഞങ്ങൾ ഉപയോഗിക്കും. ഇന്റർവ്യൂ മാത്രമല്ല, അതാത് രാജ്യക്കാരാണ്, യോഗ്യരാണെങ്കിൽ അവർ സെലക്ട് ചെയ്യും. തീർച്ചയായിട്ടും വളരെ ചെറിയ ചെലവിലും സുരക്ഷിതമായും നിങ്ങൾക്ക് നമ്മുടെ മക്കളെ വിദേശത്തേക്ക് അയക്കാൻ പറ്റും. ഒരു ചീറ്റിയിലും പെടേണ്ട കാര്യമില്ല. ഇതിന്റെ പേരിൽ റിക്രൂട്ട്മെന്റ്സിന്റെ പേരിൽ ധാരാളം ചീറ്റിംഗ് നടക്കുന്നത് അത് നമുക്ക് ഒഴിവാക്കാനാകും. അതുകൊണ്ട് ഇങ്ങനെ പുറത്തു പോകുന്ന ആൾക്കാരുടെ ചില പല ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടും. ഒന്ന് ജർമ്മൻ പഠിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം. അപ്പൊ അത്തരം ഒരു സപ്പോർട്ട് കൂടി ഈ അടുത്ത മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമുണ്ട് നോർക്ക റൂൾസിന്റെ കീഴില്. ലാംഗ്വേജ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നോർക്ക റൂൾസ് പ്രവാസികളുടെ മക്കൾക്ക് അത് അവൈഡ് ചെയ്യാം. നോർക്ക റൂൾസിൽ ഒന്ന് ജർമ്മനോ അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ പഠിക്കും. ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞാൽ ചുരുക്കി പറയാം. ഒന്ന്, വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലവസരം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ മക്കളെ നോർക്ക റൂൾസ് സൈറ്റിൽ നോക്കി അപേക്ഷിക്കാൻ പറയണം. അതില് ലാംഗ്വേജ് ഒരു ക്വാളിഫിക്കേഷനായി പലപ്പോഴും വരും. അതിന് ബുദ്ധിമുട്ടണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നോർക്ക റൂൾസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അതിന് വേണ്ടിയുള്ള പരിശീലനം എടുക്കാം. അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ വിദേശത്തേക്ക് പോകാൻ കഴിയും. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചുരുങ്ങിയ ചെലവിൽ പോകാൻ നമുക്ക് കഴിയും. ചിലപ്പോൾ പലപ്പോഴും എയർ ടിക്കറ്റ് പോലും ആരെടുത്ത് കൊടുക്കാറുണ്ട്. അതാത് കമ്പനികളോ രാജ്യങ്ങളോ എടുത്തു കൊടുക്കാറുണ്ട്. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻസ് വരും. അതും പ്രൈവറ്റ് ഏജൻസികളെ സമീപിക്കേണ്ട കാര്യമില്ല. വളരെ തുച്ഛമായ ഫീസിലാക്കിക്കൊണ്ട് ആ അറ്റസ്റ്റേഷൻ ആകട്ടെ അല്ലെങ്കിൽ അപ്പോസ്റ്റൽ ആകട്ടെ എന്തായാലും അത് ആരും ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ നോർക്ക റൂൾസ് തന്നെ അത് ചെയ്തതിൽ നമ്മുടെ കുട്ടികൾക്കായിട്ട് സമയമില്ലാത്തത് ഞാൻ വളരെ ജമ്മിയിൽ വീണ്ടും താഴോട്ട് വരാം. ഏതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്ന വെൽഫെയർ സ്കീം? അത് ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ വെൽഫെയർ സ്കീമിന്റെ നോക്കിയുടെ എല്ലാ വെൽഫെയർ സ്കീമും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാസിയായിരിക്കും. പ്രവാസിക്കുള്ളതാണ് ഈ വെൽഫെയർ സ്കീം എല്ലാം. പ്രവാസിയാണെന്നുള്ളൊരു തെളിവാണ് നിങ്ങൾ നോർക്ക റൂൾസിൽ കയറി വെബ്സൈറ്റിൽ കയറി എന്തിയ പ്രവാസിയായിട്ട് രജിസ്റ്റർ ചെയ്യുക. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ പ്രവാസികളല്ല. കടൽ കടന്ന് വിദേശത്ത് പോയാൽ മാത്രമേ പ്രവാസിയാകൂ എന്ന ധാരണ ഉണ്ടെങ്കിൽ ചിന്തിക്കുള്ളൂ. നിങ്ങളും പ്രവാസികളാണ്, കടൽ കടന്നവരും പ്രവാസികളാണ്. രണ്ട് കാറ്റഗറിയായി കണ്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അകപ്രവാസി എന്ന നിലയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ പ്രവാസി എന്ന കാര്യം നോർക്ക റൂൾസിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രേഷൻ പ്രോസസ് ആണ് നിങ്ങൾ അവിടെ പറഞ്ഞത് അല്ലേ? ആ രജിസ്ട്രേഷന് വേണ്ടി വരുന്നത് നിങ്ങൾക്ക് 372 രൂപ, പിന്നെ അതുപോലെ ഫോട്ടോ, അതുപോലെ ഇവിടെ പ്രവാസിയാണെന്നുള്ളതിന്റെ ഒരു അഡ്രസ് പ്രൂഫ്, ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർക്ക റൂൾസിൽ രജിസ്റ്റർ ചെയ്യാം. സമാജം അത് കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ബൾക്കായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് തരും. അത് തന്നില്ല, അതല്ല എങ്കിൽ വേറൊരു മാർഗം ചെയ്യാം. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡാറ്റ എൻട്രി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോഗിൻ പ്രൊവൈഡ് ചെയ്യാം. അത് ബൾക്കായിട്ട് ബന്ധപ്പെടുന്നത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നോർക്ക നമ്മുടെ ID കാർഡിന്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു കാലതാമസം ഇപ്പോൾ ID കാർഡ് പ്രിന്റ് ചെയ്ത് വരുന്നതിലുണ്ട്. ആ കാലതാമസം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചാലും 1-2 മാസം കഴിഞ്ഞിട്ട് കാർഡ് തരാൻ കഴിയും. എങ്കിലും അതിന്റെ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് നോർക്ക റൂൾസിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ രജിസ്ട്രേഷൻ നടത്തിയാലുള്ളതാണ്. ഇപ്പോൾ 15 ദിവസം 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അതാദ്യം മറുപടി പറയാം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് രജിസ്ട്രേഷൻ പറ്റില്ലേ? തീർച്ചയായിട്ടും 70 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവാസികളാണ്, അവർക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനുകൂല്യമായ 4 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് ലഭിക്കില്ല. അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ച് നമ്മൾ അവശതയിലായാൽ അത്ര അവശതയ്ക്ക് ലഭിക്കുന്ന 2 ലക്ഷം രൂപയല്ലാതെ. പക്ഷെ പ്രവാസിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ പ്രവാസി ഈ രജിസ്ട്രേഷന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? നിങ്ങൾ പ്രവാസിയാണെന്നുള്ള തിരിച്ചറിയൽ കാർഡാണ്. അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? 4 ലക്ഷം രൂപ വരെയുള്ള അപകട മരണ ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ അപകടത്തിൽപ്പെട്ട എന്തെങ്കിലും അംഗപക്കം വന്നു പോയാൽ നമുക്ക് 2 ലക്ഷം രൂപ. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആരെങ്കിലും പ്രവാസികൾ മരണപ്പെട്ടു പോയാൽ കാരുണ്യ വർക്ക് ചെയ്യുന്നവരെ പ്രവാസികൾ മരണപ്പെട്ടു പോയാൽ അവരുടെ ഭൗതിക ശരീരം വേറെ നമ്മുടെ ഫ്ലൈറ്റിലെ കാർഗോ വഴി നാട്ടിലെ ഏതെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചാൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഈ നോർക്ക റൂൾസിന്റെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ കാണാം. അതിലേക്ക് വിളിക്കുക.
അതല്ലെങ്കിൽ സമാജം പ്രസിഡന്റെയോ സമാജം ഭാരവാഹികളെ ആരെങ്കിലും ആ വിവരം അറിയിച്ചിട്ട് എന്നെ വിളിച്ച് പറയുകയോ അരത്തിനെ വിളിച്ച് പറയുകയോ ഓഫീസിൽ മറ്റൊരു സ്റ്റാഫിന് അവരെ അറിയിക്കുകയോ ചെയ്താൽ മതി. അല്ല ഞങ്ങൾ അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ചെല്ലണം. ഈ കാർഗോയിൽ അയച്ചു തരണം. നാട്ടിൽ ഇവരെ സ്വീകരിക്കാതിരിക്കുന്ന ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ആംബുലൻസിൽ ഈ ലോറിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ ഫോൺ നമ്പർ മാത്രം മതി. ഒന്ന് കാർഗോയിൽ ഈ ഫോൺ നമ്പർ മാത്രം അയച്ചു തന്നാൽ ആ ഭൗതിക ശരീരം എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട് വരെ നോക്കിയുടെ ആംബുലൻസിൽ വിട്ടു. പലർക്കും അത് അറിയില്ല. പ്രത്യേകിച്ച് അതുപോലെ നമ്മുടെ ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു, നാട്ടിൽ തിരിച്ചു ചെന്നു, എന്തെങ്കിലും നമുക്ക് പറ്റിപ്പോയാൽ സീരിയസ് ആയ ഇൻഷുറൻസ് ഉണ്ടാക്കുന്നത് 50,000 രൂപയുടെ സഹായം നോർക്ക റൂട്ട്സ്. ഇതാണ് നോർക്ക റൂട്ട്സിന് നിങ്ങളറിയാൻ വേണ്ടിയിട്ട് സാമൂഹിക പരിരക്ഷ എന്നതിലെ സപ്പോർട്ടായിട്ട് നോർക്ക റൂട്ട്സ് ഗവൺമെന്റ് ഓഫ് കേരള വഴി ഗവൺമെന്റ് ഓഫ് കേരള നോർക്ക റൂട്ട്സ് വഴി ആ സേവനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞു നോർക്ക റൂട്ട്സിന്റെ മറ്റൊരു സഹോദര സ്ഥാപനമാണ്, സഹോദരിയാണ് ഏത് കേരള പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡ്. വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ഉദ്ദേശം എന്താണ്? പ്രവാസികൾക്ക് പെൻഷൻ തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് വെൽഫെയർ ഫണ്ട് ബോർഡ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രവാസികൾക്ക് പെൻഷൻ ഉണ്ടെന്ന് അറിയാമോ? അറിയാത്തവരുണ്ടോ? കൈവെക്കുവോ? പ്രവാസികൾക്ക് പെൻഷൻ ഉണ്ട്. പ്രവാസികൾക്ക് പെൻഷൻ കിട്ടും. ഏത് പ്രവാസിക്ക്? ഇതര സംസ്ഥാന പ്രവാസി അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള അകപ്രവാസിക്കുണ്ട്, പുറം പ്രവാസിക്ക് കിട്ടും പെൻഷൻ പദ്ധതിയിൽ അംഗമാണ്. അതിന് ചില കണ്ടീഷൻ. ഒന്നെന്താണ്? നിങ്ങൾ പ്രവാസിയായിരിക്കണം എന്നുള്ളതിന്റെ തെളിവായിട്ട് നിങ്ങൾ ഹാജരാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നോർക്ക റൂട്ട്സിന്റെ രജിസ്ട്രേഷൻ നടത്തി കാർഡ് വെച്ച് ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ വെബ്സൈറ്റിലേക്ക് കയറി സ്വന്തമായി ചെയ്യാം. അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും ജനസേവന കേന്ദ്രത്തിലോ ഓൺലൈൻ സെന്ററിലോ അക്ഷയ കേന്ദ്രത്തിലോ നിങ്ങൾ കൊടുത്താൽ അവർ ചെയ്തു തരും. ഇവിടെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യുക. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് പലപ്പോഴും ഈ അപേക്ഷ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് അയക്കാൻ പലപ്പോഴും ഫെയിലുമാണ്. പ്രവാസികൾ പലരും ഫില്ല് ചെയ്ത് അയക്കുന്നതെല്ലാം തെറ്റാണ്. അത് കാരണം ഒരുപാട് റിജക്ഷൻ വരുന്നത്. മാത്രമല്ല പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡ് ചുരുക്കം ജീവനക്കാരെ വെച്ച് ഒരുപാട് പ്രവാസികൾ അപ്പോൾ തന്നെ അതിനകത്ത് 6 ലക്ഷം മെമ്പേഴ്സ് ഉണ്ട്. 6 ലക്ഷം മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ കെട്ടിയ ചെയ്യുന്ന സ്ഥാപനമാണ്. അവിടെ ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് കുറച്ചുകാലം മണിയിട്ടുണ്ടാവുന്ന അറിയാം. അവിടുത്തെ കുട്ടികളൊക്കെ നല്ല മണിയെടുക്കുന്നവരാണ്. പോലും വർക്കുകൾ അധികമായതുകൊണ്ട് മാത്രം നിങ്ങളുടെ അപേക്ഷയിൽ ഓഫീസിലേക്ക് കാലതാമസം ഉണ്ടാവും. അതുകൊണ്ട് യാതൊരു വിഷമവും വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി അവരെടുക്കുന്ന എഫർട്ട് എന്താണെന്ന് നിങ്ങൾ കാണുക. അതുകൊണ്ട് അവരുടെ എഫർട്ട് വർക്കിനോട് കൂടി ഉണ്ടാകുന്ന ചില കാലതാമസങ്ങളെയും ചെറിയ പോരായ്മകളെയും വെല്ലുവിളിച്ച് ക്രിട്ടിസൈസിന് പിന്തുണ പ്രവർത്തിക്കുക. അവരെ പോസിറ്റീവായിട്ട് കൊടുത്തിട്ട് ക്ഷമയോടുണ്ട്. അതിൽ പ്രവാസി വെൽഫെയർ കൊണ്ട് അംഗമാകുക. അംഗം ആർക്കൊക്കെയാകാം? അതിൽ നമ്മുടെ പ്രവാസിയായിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അതുപോലെ 60 വയസ്സ് കഴിയാൻ പാടില്ല. ശ്രദ്ധിക്കണം, 60 വയസ്സ് കഴിയുന്നവരെ കാത്തിൽ നിന്ന് പെൻഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യമില്ല. അങ്ങനെ പെൻഷൻ കിട്ടാത്തവർക്ക് ഒരാളെൻ്റെ അച്ഛനാണ്. 20 വർഷം പ്രവാസിയായിരുന്നു, 4 പൈസ പെൻഷൻ കിട്ടുന്നില്ല. അതിന്റെ വഴി എല്ലാ ദിവസവും വീട്ടില്ല കേൾക്കുന്നു. ഞാൻ പറയാറുണ്ട്, ചെയ്യേണ്ട കാര്യം ഉത്തരവാദ ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ നമുക്ക് കാര്യമില്ല. അതുപോലെ നിങ്ങളോട് പറയാറുള്ളത് 60 വയസ്സ് പൂർത്തിയാക്കില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകട്ടെ, അത് ഇല്ലാത്ത ആളാകട്ടെ, എന്തായാലും ഈ കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങൾ ചെയ്യുക, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. 60 വയസ്സിന് മുമ്പ് തന്നെ അത് ചെയ്യുക. പിന്നെ മലയാളികളാണെന്ന് വിളിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് SSC ബുക്ക് മതിയാവും. ആ SSC ബുക്കിന്റെ കോപ്പി നിങ്ങൾ അതിനോട് അപ്പോൾ അത് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ മിനിമം 59 വയസ്സിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ 64 വയസ്സായിട്ടുള്ള പെൻഷൻ കിട്ടും. അല്ലാത്തവർക്ക് 60 വയസ്സിൽ കിട്ടും. 59 ചേർന്നാൽ 64 കിട്ടും. എത്ര രൂപ കിട്ടും? ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് 3000 രൂപ കിട്ടും. ഏറ്റവും കൂടിയ പെൻഷൻ എത്ര കിട്ടും? 7000 രൂപ വരെ. നമ്മൾ നേരത്തെ തന്നെ ഇതിനകത്ത് അംഗമെടുത്ത് മാസം 200 രൂപ അടച്ചു പോകുന്ന ഒരാൾക്ക് പരമാവധി എത്ര രൂപയില്ല? 7000 രൂപ കിട്ടും. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 14,000 രൂപ സർക്കാരിന്റെ വരും. പലപ്പോഴും ഞാൻ ഇവിടുത്തെ പല പ്രവാസികൾ സംശയം വിചാരിക്കാറുണ്ട്, കേരളം ദാരിദ്ര്യത്തിലല്ലേ, ഖജനാവിൽ ഒന്നുമില്ലല്ലോ, പിന്നെ നിങ്ങളെങ്ങനെ പെൻഷൻ കൊടുക്കും? ഖജനാവിൽ ഒന്നും കൊണ്ടുപോയില്ല എന്നുള്ളതല്ല കുറിച്ച്. പക്ഷെ ഇന്നേ വരെ, ഈ നിമിഷം വരെ പ്രവാസിയുടെ പെൻഷൻ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അതാണ് വസ്തുത. ഇനിയും മുടങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് പലരും പറയും നിങ്ങൾ അടയ്ക്കുന്നു, നാളെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കേട്ട് നിങ്ങൾക്ക് അവരോടൊപ്പം പരാജിതരാവാം. അല്ലെങ്കിൽ വളരെ ഉഷാറോടെ 200 രൂപ അടച്ച്
ചികിത്സാ സഹായം നിങ്ങളുടെ മെമ്പർഷിപ്പ് കാലയളവിൽ 50,000 രൂപ ഓരോ വർഷവുമില്ല. മെമ്പർഷിപ്പ് എടുത്ത് പെൻഷനാകുന്നത് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഇൻപേഷ്യൻ്റായി ചികിത്സിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ആ റീഇംബേഴ്സ് ചെയ്യുന്നത് അതുപോലത്തെ കണ്ടീഷനിൽ ഇതൊക്കെ നിങ്ങൾ സമർപ്പിച്ചാൽ കറക്റ്റായിട്ട് പോസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ബില്ലുകളുടെ കോപ്പി ഡോക്ടറുടെ സാക്ഷ്യപത്രത്തോടുകൂടി നിങ്ങൾ ബോർഡിൽ കൊടുത്താൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ട്. പ്രവാസിയുടെ മെമ്പർഷിപ്പ് കാലയളവിൽ ഒറ്റ പ്രാവശ്യമാണ്, അത് പല പ്രാവശ്യമാണ്. പക്ഷെ 50,000 രൂപ എത്ര പ്രാവശ്യമാണ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാം. മാക്സിമം എത്ര രൂപയ്ക്കുള്ളൂ? 50,000 രൂപ വരെ. ആരെങ്കിലും ഗവൺമെന്റ് മെമ്പർഷിപ്പ് എടുത്ത് പൈസ അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ചികിത്സാ സഹായത്തിന്റെ ആവശ്യം വന്നാൽ ഒരാഴ്ച പൈസയിൽ ഇരട്ടി തിരിച്ച് വാങ്ങാനും പറ്റും. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അപ്പോൾ 60 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്തവരെല്ലാം തന്നെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. അതുപോലെ ഇനിയിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരുണ്ടാവും. അവർക്ക് എന്തെന്ന് ചോദിച്ചാൽ പ്രവാസി റിട്ടയർമെന്റ് ഡിവിഡന്റ് പദ്ധതി. ആ ഡിവിഡന്റ് പദ്ധതിയിൽ എന്താണ്? 3 ലക്ഷം രൂപ നിങ്ങൾക്ക് അംശമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. 3 വർഷത്തേക്ക് ആ പൈസ നിങ്ങൾക്ക് മാസം ഒന്നും തരത്തില്ല. 3 വർഷത്തേക്ക് നിങ്ങൾക്ക് മാസം കിട്ടേണ്ട 10% ഡിവിഡന്റുകൾ കൂട്ടിച്ചേരും. 3 ലക്ഷം രൂപയുടെ അത് മാറും. 3 വർഷം കഴിയുമ്പോൾ 3,90,000 രൂപ. നാലാമത്തെ 3 വർഷം പൂർത്തിയായിട്ട് തൊട്ടടുത്ത മാസം മുതൽ അതിന്റെ 10% വാർഷിക ഡിവിഡന്റ് നിങ്ങൾക്ക് പ്രതിമാസം 10% വാർഷിക ഡിവിഡന്റ് പ്രതിമാസം. അതിന്റെ നിയമം ഞാൻ വായിച്ചതാണ്. അതിനകത്ത് വോട്ടർ ടാക്സിന് പോലും പറഞ്ഞില്ല. നിങ്ങൾക്ക് എപ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഡിവിഡന്റിനകത്ത് യാതൊരു അറ്റാച്ച്മെന്റും മറ്റൊന്നും നടത്താൻ പോലും കോടതികൾക്ക് പോലുമാണ്. ആ രീതിയിലാണ് ക്ലെയിം ചെയ്യുന്നത്. ആ ഡിവിഡന്റ് പദ്ധതിയിൽ പരമാവധി നിക്ഷേപിക്കാവുന്ന നമുക്ക് എത്രയുള്ളൂ? 49 ലക്ഷം ഇടാൻ പറ്റും, 50 ലക്ഷം രൂപ ഇടാൻ പറ്റും. കാരണം ഇപ്പൊ തന്നെ 1000 കോടി കവിഞ്ഞു. പല പ്രവാസികളും പാരന്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മക്കൾ വിദേശത്തിരിക്കുന്ന മക്കൾ 49 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ധാരാളം പേരുണ്ട്. അത് പ്രവാസി ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്കും മാസം രീതിയിലുള്ള ഡിവിഡന്റ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം പ്രവാസികളുടെ മക്കൾ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എനിക്കറിയാം. അതിൽ കൂടുതൽ തുക തരാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളത് സ്വീകരിക്കില്ല. റിസർവ് ബാങ്ക് ഇന്ത്യയുടെ നോംസ് തടസ്സമാണ്. അതുകൊണ്ട് അത് പറ്റത്തില്ല. 49 ലക്ഷം വരെയും 60 വയസ്സ് കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ഇനി മറ്റേ പ്രവാസി കമ്മീഷനെ കുറിച്ചുണ്ട്. എന്തെങ്കിലും പരാതി പ്രവാസികൾക്കുണ്ടെങ്കിൽ പ്രവാസി കമ്മീഷനെ സമീപിക്കാം. അതുപോലെ നിങ്ങളുടെ ധാരാളം പേര് എഴുതിയിട്ടുണ്ട് നാട്ടിലെ പട്ടയത്തിന്റെ പ്രശ്നം, വസ്തുവിന്റെ പ്രശ്നം. അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കളക്ടറേറ്റിൽ നോക്കാസ് ചെല്ലുന്നുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്ത് പ്രവാസികൾ പറഞ്ഞാൽ ബാക്കി സഹായം അവർ ചെയ്തത്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പൂനെ ഒരാൾ വിളിച്ചിരുന്നു. അവരുടെ സഹായം ചെയ്തു. പൂനെ പട്ടയം കിട്ടിയ ഒരുപാട് സിറ്റി ഉണ്ടായിട്ട് ഒറ്റ സിറ്റിയോട് പട്ടയം ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ ഇത്തരത്തിൽ ഒരുപാട് സേവനങ്ങൾ ഗവൺമെന്റ് ഓഫ് കേരള നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രവാസികളാണെന്ന് തിരിച്ചറിയുക. അതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളും ഗവൺമെന്റിനോട്